റെക്കോർഡിംഗ് ഓൺ ആയി. ഓക്കെ സാർ. അപ്പൊ ക്ലാസ് മാഡം തുടങ്ങാലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോളൂ, തുടങ്ങിക്കോളൂ. ഓക്കെ സാർ, ക്ലാസ് തുടങ്ങാം. ഓക്കെ. ഓഡിബിൾ ആണല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് മാം. ഓക്കെ ഓക്കെ സാർ. ഗുഡ് മോർണിംഗ് ആൾ. എല്ലാവരും നമ്മൾ സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെ സിലബസ് കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മള് മാം സിലബസ് ഡിസ്കഷൻ വീഡിയോസ് ഒക്കെ ചെയ്തതാണ്. നമ്മൾ 10th മൊഡ്യൂളിലാണ് നമ്മുടെ സൂപ്ര മോളിക്കുലാർ കെമിസ്ട്രി എന്നുള്ള ടോപ്പിക്ക്. അപ്പോ ആ ടോപ്പിക്കിൽ ഒരുപാട് സബ് ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് എന്താണ് ഫോണിൽ ലാൻഡ്സ്കേപ്പ് പിടിച്ചിട്ടേ ഒന്ന് ഫില്ലാക്കാൻ പറ്റുമോ? നമുക്ക് ഈ സ്ലൈഡ് സൂം ചെയ്യാൻ പറ്റും. ഓക്കെ, ശരിയായിട്ട് ഇപ്പൊ ഓക്കെ അപ്പൊ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ സാർ, തുടങ്ങാലോ അല്ലേ? തുടങ്ങാം. ഓക്കെ. അപ്പോ എന്താണ് സൂപ്ര മോളിക്കുലാർ കെമിസ്ട്രി എന്ന് എല്ലാവർക്കും അറിയാലോ. അതായത് നമുക്ക് മോളിക്കുലാർ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. നമ്മൾ ആറ്റംസ് കോവാലന്റ് ഇന്ററാക്ഷൻ വഴി മോളിക്യൂൾ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ മോളിക്കുലാർ കെമിസ്ട്രി എന്ന് പറയുന്നത്. അങ്ങനെ ആ മോളിക്യൂൾസ് എല്ലാം കൂടിച്ചേർന്ന് മോളിക്യൂൾസിന്റെ മോളിക്യൂൾസ് എല്ലാം നോൺ കോവാലന്റ് ഇന്ററാക്ഷൻ വഴി കൂടിച്ചേരുന്നതിനെയാണ്, അങ്ങനെ കൂടിച്ചേർന്ന് സൂപ്പർ മോളിക്യൂൾസ് ഉണ്ടാകുക, വലിയ വലിയ മോളിക്യൂൾസ് ഉണ്ടാകുന്നതിനെയാണ് സുപ്ര മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് സുപ്ര മോളിക്കുലാർ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. സുപ്ര മോളിക്കുലാർ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ഓഫ് മോളിക്കുലാർ അസംബ്ലീസ് ആൻഡ് ഓഫ് ഇന്റർ മോളിക്കുലാർ ബോണ്ട്, കെമിസ്ട്രി ബിയോണ്ട് ദ മോളിക്യൂൾ. ഈ കെമിസ്ട്രി ബിയോണ്ട് ദ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ലൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കെമിസ്ട്രി ഓഫ് നോൺ കോവാലന്റ് ഇന്ററാക്ഷൻസ്, നമ്മൾ പഠിച്ച എല്ലാ ഓർഗാനിക് മോളിക്യൂൾസ് ആയിക്കോട്ടെ ഇൻഓർഗാനിക് മോളിക്യൂൾസ് ആയിക്കോട്ടെ എല്ലാം കോവാലന്റ് ഇന്ററാക്ഷൻസ് ആണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് കെമിസ്ട്രി ഓഫ് നോൺ കോവാലന്റ് ഇന്ററാക്ഷൻസ് ആണ്. സൂപ്പർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഇസ് ആൻ ഓർഗനൈസ്ഡ് കോംപ്ലക്സ് എൻറ്റിറ്റി ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ഫ്രം ദ അസോസിയേഷൻ ഓഫ് 2 or more chemical species held together by non-covalent interaction. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ്. നോൺ കോവാലന്റ് ഇന്ററാക്ഷൻ വഴി മോളിക്യൂൾസ് ചേർന്നിട്ട് സൂപ്പർ മോളിക്യൂൾസ് ഫോം ചെയ്യാം. അപ്പൊ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് സുപ്ര മോളിക്കുലാർ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോ ഈ സുപ്ര മോളിക്കുലാർ കെമിസ്ട്രിയുടെ സ്റ്റഡി നടത്തിയ സയന്റിസ്റ്റ് ആണ് ജീൻ മേരി ലേൻ എന്ന് പറയുന്നത്. ജീൻ മേരി ലേൻ ആണ് സുപ്ര മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ബിയോണ്ട് ദ മോളിക്യൂൾ. സുപ്ര മോളിക്കുലാർ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ബിയോണ്ട് ദ മോളിക്യൂൾ എന്നുള്ള ആ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജീൻ മേരി ലേൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. ഈ ഒരു സുപ്ര മോളിക്കുലാർ കെമിസ്ട്രിയിൽ നമ്മൾ ഹോസ്റ്റ് ഗസ്റ്റ് ഇന്ററാക്ഷൻ ഒക്കെ പഠിക്കും. അതിലൊരു ഹോസ്റ്റ് മോളിക്യൂൾ ആണ് അല്ലെങ്കിൽ ഒരു റിസപ്റ്റർ ആയിട്ട് ഉള്ള ഒരു മോളിക്യൂൾ ആണ് ക്രൗൺ ഈതർ എന്ന് പറയുന്നത്. ക്രൗൺ ഈതറിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രൗൺ ഈതർ ഫസ്റ്റ് ആയിട്ട് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്ത സയന്റിസ്റ്റ് ആണ് പെഡേഴ്സൺ. ഇവിടെ 3 സയന്റിസ്റ്റുകൾ നമ്മൾ ഒന്ന് ഓർത്തു വെക്കണം. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. പെഡേഴ്സൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ക്രൗൺ ഈതർ ആദ്യമായിട്ട് കണ്ടെത്തിയത് ഇൻ 1967. ദെൻ ഹോസ്റ്റ് ഗസ്റ്റ് കെമിസ്ട്രി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കണ്ടെത്തിയത്, അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ക്രാം എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ദെൻ ലേൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് സുപ്ര മോളിക്കുലാർ കെമിസ്ട്രി എന്നുള്ള ആ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആദ്യമായിട്ട് സുപ്ര മോളിക്കുലാർ കെമിസ്ട്രി എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലേൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇൻ 1978. ദെൻ പെഡേഴ്സണും ക്രാമും ലേണും ഒരു 3 പേരും 1987 നോബൽ പ്രൈസിന് അർഹരായിട്ടുണ്ട്. ദെൻ നമുക്ക് നമ്മുടെ മോളിക്കുലാർ കെമിസ്ട്രിയും സുപ്ര മോളിക്കുലാർ കെമിസ്ട്രിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം സുപ്ര മോളിക്കുലാർ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ കെമിക്കൽ സിസ്റ്റം കണ്ടെയ്നിങ് എ ഡിസ്ക്രീറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ആൻഡ് മോളിക്കുലാർ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ molecular chemistry is the branch of chemistry that deals with the formation and breakage of chemical bonds between the molecule.
അപ്പോ ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ കുറിച്ചുള്ള ആ മോളിക്യൂൾസിനെ കുറിച്ചും അവയുടെ ഇന്ററാക്ഷനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സുപ്രാ മോളിക്കുലാർ കെമിസ്ട്രി. എന്നാൽ ആ മോളിക്യൂൾസിനിടയിലുള്ള ബോണ്ട്, ആ ബോണ്ടിന്റെ ഫോർമേഷൻ, അതിന്റെ ബ്രേക്കേജ്, അതിനെ കുറിച്ചൊക്കെയുള്ള സ്റ്റഡിയാണ് മോളിക്കുലാർ കെമിസ്ട്രി എന്ന് പറയുന്നത്. ദെൻ ഇവിടെ സുപ്രാ മോളിക്കുലാർ കെമിസ്ട്രിയിൽ നമ്മൾ പറഞ്ഞു മാം വീക്ക് ഒരു ആയിട്ടുള്ള. ഡൗട്ട് മാം. ഹലോ. ഓ ഓ ഓ ചോദിച്ചോളൂ. ഒരു ഡൗട്ട് ഉണ്ട് മാം. അതായത് നമ്മൾ ഇപ്പോ MSc ലെവൽ പഠിക്കുന്നത് ശരിക്ക് സൂപ്രാ ആ, മോളിക്കുലർ ആണോ അതോ മോളിക്കുലർ കെമിസ്ട്രി ആണോ? രണ്ടും പഠിക്കുന്നുണ്ട്. രണ്ടും ഓ പഠിക്കുന്നുണ്ട്. ഓ ഓക്കെ. സുപ്രാ മോളിക്കുലാർ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ വേറൊരു ബ്രാഞ്ച് ആണ്. സാധാരണ ഓ നമ്മൾ അങ്ങനെ. പഠിക്കുന്നത് മോളിക്കുലാർ കെമിസ്ട്രി ആണ്. സുപ്രാ മോളിക്കുലാർ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അത് വേറൊരു ബ്രാഞ്ച് ആണ്. ഓക്കെ വേറെ, അതായത് ഓക്കെ സുപ്രാ മോളിക്കുലർ നോൺ കോവലന്റ് ഇന്ററാക്ഷനെ പറ്റിയുള്ള സ്റ്റഡിയാണ് സുപ്രാ മോളിക്കുലാർ കെമിസ്ട്രി എന്ന് ഓക്കെ പറയുന്നത്. മാം. താങ്ക് യു ഓക്കെ താങ്ക് സർ. യു. ഓക്കെ ഓക്കെ. ദെൻ നമുക്ക്, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതിൽ നോൺ കോവലന്റ് ഇന്ററാക്ഷൻ ആണ് സുപ്രാ മോളിക്കുലാർ കെമിസ്ട്രിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ദെൻ മറ്റേതിൽ നമ്മളെ മോളിക്യൂൾസിനിടയിലുള്ള ബോണ്ട് ബ്രേക്കേജ്, കെമിക്കൽ ബോണ്ട്സ് ഒക്കെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഇന്റർ മോളിക്കുലാർ അട്രാക്ഷൻ ഫോഴ്സ് ആണ്. ദെൻ മറ്റേതിൽ കോവാലന്റ് അയോണിക് ബോണ്ട്സ്, മോളിക്യൂൾസിനുള്ളിലുള്ള അയോണിക് ബോണ്ട്സിനെ കുറിച്ചും കോവാലന്റ് ബോണ്ട്സിനെ കുറിച്ചൊക്കെയുള്ള സ്റ്റഡിയാണ് നമ്മൾ മോളിക്കുലാർ കെമിസ്ട്രിയിൽ പറയുന്നത്. സുപ്രാ മോളിക്കുലാർ കെമിസ്ട്രിയിൽ നമ്മൾ നോൺ കോവാലന്റ് ഇന്ററാക്ഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഇപ്പൊ പരിചിതമായിട്ടുള്ള, അതായത് വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ DNA മോളിക്യൂൾ. നമുക്കറിയാം നമ്മുടെ DNA മോളിക്യൂളിൽ നമ്മളെ ബേസ് പെയേഴ്സിലുള്ള നോൺ കോവാലന്റ് ഇന്ററാക്ഷൻ ആണ് ഹൈഡ്രജൻ ബോണ്ടിങ്. അല്ല, എല്ലാവർക്കും അറിയാലോ അത്. നമ്മുടെ DNA, അതുപോലെ നമ്മുടെ എൻസൈം ഇന്ററാക്ഷൻസ്, ഇതെല്ലാം നമ്മുടെ സുപ്രാ മോളിക്കുലാർ കെമിസ്ട്രി, സുപ്രാ മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ്. ദെൻ ഏതൊക്കെയാണ് നമ്മൾ സുപ്രാ മോളിക്കുലാർ കെമിസ്ട്രിയിലുള്ള നോൺ കോവാലന്റ് ഇന്ററാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അയോൺ അയോൺ ഇന്ററാക്ഷൻ ഉണ്ട്, അയോൺ ഡൈപോൾ ഇന്ററാക്ഷൻ, ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ, ഹൈഡ്രജൻ ബോണ്ട്. ഇതിൽ സുപ്രാ മോളിക്കുലാർ കെമിസ്ട്രിയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ ബോണ്ടിങ്, ആ ഒരു ഇന്ററാക്ഷനെ ദ മാസ്റ്റർ കീ ഇന്ററാക്ഷൻ ഇൻ സുപ്രാ മോളിക്കുലാർ കെമിസ്ട്രി എന്ന് പറയുന്നുണ്ട്. ദെൻ കാറ്റയോൺ പൈ ഇന്ററാക്ഷൻ. കാറ്റയോൺ പൈ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ, കാറ്റയോൺ എന്ന് പറഞ്ഞ ഒരു മെറ്റൽ അയോൺ, ആ മെറ്റൽ അയോണും പൈ ഇലക്ട്രോൺസ്, നമ്മുടെ റിംഗിലൊക്കെ ഉള്ള അരോമാറ്റിക് റിംഗ്സിലൊക്കെ ഉള്ള പൈ ഇലക്ട്രോൺസ് തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് കാറ്റയോൺ പൈ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ പൈ പൈ ഇന്ററാക്ഷൻ. പൈ പൈ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് റിംഗ്സ് ഒക്കെ വരുമ്പോൾ രണ്ട് റിംഗ്സ് തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് പൈ പൈ ഇന്ററാക്ഷൻ. ദെൻ വാണ്ടർവാൾ ഇന്ററാക്ഷൻ, ഹൈഡ്രോഫോബിക് എഫക്ട്സ്. ഹൈഡ്രോഫോബിക് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഹീറ്റിംഗ് എഫക്ട്സ് ആണ് ഹൈഡ്രോഫോബിക് എഫക്ട്സ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആറ്റംസ് ചേർന്നിട്ട് മോളിക്യൂൾസ് ഉണ്ടാകുന്നു. ആ മോളിക്യൂൾസ്, ആറ്റംസ് തമ്മിലുള്ള ഇടയിലുള്ള ബോണ്ടിനെ കോവാലന്റ് ബോണ്ട്സ്. ദെൻ ഇങ്ങനെ ഒരുപാട് മോളിക്യൂൾസ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് അവിടെ സൂപ്പർ മോളിക്യൂൾസ് ഉണ്ടാകുകയാണ്. ആ സൂപ്പർ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ അവിടെ നോൺ കോവാലന്റ് ബോണ്ട് വഴിയാണ് സൂപ്പർ മോളിക്യൂൾസ് അവിടെ ഉണ്ടാകുന്നത്. ദെൻ നമ്മൾ സുപ്രാ മോളിക്കുലാർ കെമിസ്ട്രിയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടു ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ ഹോസ്റ്റ് ഗസ്റ്റ് കെമിസ്ട്രി, ദെൻ സെൽഫ് അസംബ്ലി. അപ്പോ എന്താണ് നമുക്ക് ഹോസ്റ്റ് ഗസ്റ്റ് കെമിസ്ട്രി എന്ന് നോക്കാം. ഹോസ്റ്റ് ഗസ്റ്റ് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് മോളിക്യൂൾസ്, അല്ലെ, ഒരു ലാർജ് മോളിക്യൂൾസ് ഉണ്ടാവും, ഒരു ലാർജ് മോളിക്യൂൾ ഉണ്ടാവും, ഒരു സ്മാൾ മോളിക്യൂൾ ഉണ്ടാവും. അപ്പൊ ലാർജ് മോളിക്യൂൾ ഉണ്ടാവുമ്പോൾ വൺ മോളിക്യൂൾ ലാർജറും വൺ മോളിക്യൂൾ സ്മാളും. അപ്പൊ എന്താവും, വൺ മോളിക്യൂൾ സിഗ്നിഫിക്കന്റ്ലി ലാർജർ ആവുമ്പോൾ ആ മോളിക്യൂൾ സ്മാൾ മോളിക്യൂൾസിനെ റാപ്പ് ചെയ്യും, അതിന് ചുറ്റും റാപ്പ് ചെയ്യും. അങ്ങനെ ആ ഒരു സൂപ്പർ മോളിക്യൂൾസ് ഫോം ചെയ്യും. അതിനെയാണ് ഹോസ്റ്റ് ഗസ്റ്റ് കെമിസ്ട്രി എന്ന് പറയാം. ഇപ്പൊ നമ്മളെ എൻസൈം ഇന്ററാക്ഷൻ ഒക്കെ ഹോസ്റ്റ് ഗസ്റ്റ് കെമിസ്ട്രിയാണ്. Then, if one molecule is significantly larger than the another and it can wrap around it, then it is called host, and a smaller molecule called guest. അപ്പൊ അവിടെ ഹോസ്റ്റ് എപ്പോഴും ലാർജർ മോളിക്യൂൾ ആയിരിക്കും, നമ്മളെ ഗസ്റ്റ് എപ്പോഴും സ്മാളർ മോളിക്യൂൾ ആയിരിക്കും. ഇപ്പൊ അതിന് എക്സാമ്പിൾ ആണിതാ, എൻസൈം ആൻഡ് ദയർ സബ്സ്ട്രേറ്റ്. അവിടെ എൻസൈം ഹോസ്റ്റ് ആണ്, സബ്സ്ട്രേറ്റ് ഗസ്റ്റ് ആണ്. അപ്പോ എൻസൈം എപ്പോഴും ലാർജ് ആയിരിക്കും, ദെൻ നമ്മുടെ സബ്സ്ട്രേറ്റ് സ്മോൾ ആയിരിക്കും. അപ്പൊ എന്താക്കും, നമ്മൾ എൻസൈം ആയിട്ടുള്ള ഹോസ്റ്റ് നമ്മൾ സബ്സ്ട്രേറ്റിനെ റാപ്പ് ചെയ്യും. അതാണ്, ഒരു മോളിക്യൂൾ ലാർജർ ആയിരിക്കും, മറ്റേ മോളിക്യൂൾ സ്മോൾ ആയിരിക്കും. അങ്ങനെ ലാർജ് മോളിക്യൂൾ സ്മാൾ മോളിക്യൂളിനെ റാപ്പ് ചെയ്യുന്നതിന്, അതാണ് ഹോസ്റ്റ് ഗസ്റ്റ് കെമിസ്ട്രിയിൽ നടക്കുന്നത്. ഇവിടെ നോക്കൂ, റാപ്പ് ചെയ്യുക, അതായത് ഹോസ്റ്റിനെ
ഹോസ്റ്റ് നമ്മളെ ഗസ്റ്റ് മോളിക്യൂളിൽ ഇങ്ങനെ റാപ്പ് ചെയ്യും. ഇത് നോക്കുക എൻസൈം ഇന്ററാക്ഷനിൽ അത് തന്നെയാണ്. എൻസൈം ഇന്ററാക്ഷനിൽ ഇവിടെ നോക്കുക എൻസൈം ഉണ്ട്, ലാർജർ പാർട്ടിക്കിൾ ആണ് അവിടെ വന്നിട്ട് നമ്മുടെ സബ്സ്ട്രേറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫുഡ് പാർട്ടിക്കിൾ ഒക്കെ ആണെങ്കിൽ സബ്സ്ട്രേറ്റ് വന്നിട്ട് എൻസൈമും സബ്സ്ട്രേറ്റും കൂടി എൻസൈം അതിനെ റാപ്പ് ചെയ്യാണ്, എന്നിട്ട് അതിനൊരു കമ്പൈൻഡ് സിസ്റ്റം ഉണ്ടാവുകയാണ്. അപ്പോ നമ്മൾ ഹോസ്റ്റ് ഗസ്റ്റ് കെമിസ്ട്രി തന്നെ 2 ടൈപ്സ് ഉണ്ട് ഹോസ്റ്റ് ഗസ്റ്റില്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാവിറ്റൻസ് ആണ്. ക്യാവിറ്റൻസ് എന്ന് പറഞ്ഞാല് നമ്മളെ ഹോസ്റ്റിൽ തന്നെ ഒരു ക്യാവിറ്റീസ് ഉണ്ടാവും. ഹോസ്റ്റ് ക്യാവിറ്റീസ് പൊസസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ക്യാവിറ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ഹോസ്റ്റും ഗസ്റ്റും കൂടി അഗ്രിഗേറ്റ് ചെയ്തിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിനെ ക്യാവിറ്റേറ്റ്സ് എന്ന് പറയും. നമ്മൾ ഹോസ്റ്റ് തന്നെ ഒരു ഇന്റർ മോളിക്കുലാർ ക്യാവിറ്റി പൊസസ് ചെയ്യുകയാണെങ്കിൽ അതിന് ക്യാവിറ്റൻസ് എന്ന് പറയും. ദെൻ ഹോസ്റ്റും ഗസ്റ്റും കൂടി അഗ്രിഗേറ്റ് ചെയ്തിട്ട് ആ ഒരു കോംപ്ലക്സ് ഫോർമേഷനെ ക്യാവിറ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. ഇതിപ്പോ ഹോസ്റ്റിൽ തന്നെ ഒരു ക്യാവിറ്റി ഉണ്ടാകും, അങ്ങനെ ഹോസ്റ്റും ഗസ്റ്റും കൂടി ഫോം ചെയ്തിട്ട് ക്യാവിറ്റേറ്റ്സ് ഫോം ചെയ്യും. പിന്നെ ഹോസ്റ്റ് ഗസ്റ്റ് ഇന്ററാക്ഷനിലുള്ള നെക്സ്റ്റ് ടൈപ്പ് ആണ് ക്ലാത്രേറ്റ്സ് എന്ന് പറയുന്നത്. ക്ലാത്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സോളിഡ്സ് ഫോം ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാവും. ഈ ക്രിസ്റ്റൽ ലാറ്റിസ് ഈ യൂണിറ്റ് സെല്ലിൽ ജോയിൻ ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യുമ്പോൾ അതിനിടയിൽ നമുക്ക് വോയിഡ്സ് ഉണ്ടാവും. ഇപ്പൊ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ക്രിസ്റ്റൽ ലാറ്റിസ് ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യുമ്പോൾ അതിനിടയിൽ ഇങ്ങനെ വോയിഡ്സ് ഉണ്ടാകും. ഈ വോയിഡ്സിൽ ചെന്നിട്ട് നമ്മുടെ സ്മാൾ മോളിക്യൂൾസ് ചെന്ന് എംബഡ് ചെയ്യാം, അതായത് ട്രാപ്പ് ചെയ്യും. നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഇടയിലുള്ള വോയിഡ്സിൽ നമ്മുടെ സ്മാൾ മോളിക്യൂൾസ് ആയിട്ടുള്ള ഗസ്റ്റ് ചെന്നിട്ട് അതിൽ വന്നിട്ട് ട്രാപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്കൊരു കോംപ്ലക്സ് ഫോം ചെയ്യും, മോളിക്യൂൾസിന്റെ കോംപ്ലക്സ് ഫോം ചെയ്യും. ദെൻ അതിനെയാണ് ക്ലാത്രേറ്റ്സ് എന്ന് പറയാം. ഇവിടെ നോക്കൂ, ഇത് ലാർജർ മോളിക്യൂൾ, ദെൻ സ്മാൾ മോളിക്യൂൾ. ഈ ലാർജർ ക്രിസ്റ്റൽസിന്റെ ഇടയിൽ ചെന്നിട്ട് വോയിഡ്സിൽ ചെന്നിട്ട് സ്മാൾ മോളിക്യൂൾസ് ചെന്നിട്ട് അതിൽ ചെന്നിട്ട് ട്രാപ്പ് ചെയ്യും. ദെൻ അങ്ങനെ കോംപ്ലക്സ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ക്ലാത്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് സോളിഡ് സ്റ്റേറ്റിൽ മാത്രമാണ് ഇത് നടക്കുക. ദെൻ അടുത്തതാണ് സെൽഫ് അസംബ്ലി. സെൽഫ് അസംബ്ലി എന്ന് പറയുന്നത് ഇപ്പൊ മോളിക്യൂൾസ് തമ്മിൽ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഒന്നുമില്ല എന്ന് വിചാരിക്കാം. അതായത് അവിടെ ഇപ്പൊ ലാർജർ മോളിക്യൂൾസ്, സ്മാൾ മോളിക്യൂൾസ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഏകദേശം എല്ലാം സിമിലർ സൈസ് ആണെങ്കിൽ മോളിക്യൂൾസ് എല്ലാം ചെന്ന് ഇങ്ങനെ സെൽഫ് അസംബ്ലി ചെയ്യും. അതായത് മോളിക്യൂൾസ് ഒക്കെ ഇഫ് ദർ ഈസ് നോ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇൻ സൈസ് ആൻഡ് നോ സ്പീഷീസ് ഈസ് ആക്ടിങ് ആസ് ഹോസ്റ്റ് ഫോർ അനദർ, the non-covalent joining of 2 or more species is termed self assembly. അപ്പോൾ അവിടെ നോ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ്, സൈസിൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ അവിടെ സെൽഫ് അസംബ്ലി ആണ് നടക്കുക. ഇനി സൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ ഹോസ്റ്റ് ഗസ്റ്റ് കെമിസ്ട്രിയും ദെൻ നമ്മുടെ ക്ലാത്രേറ്റ്സ് അല്ലെങ്കിൽ ക്യാവിറ്റൻസ് ഇതൊക്കെയാണ് ഫോം ചെയ്യുക. ഇപ്പൊ ഇവിടെ സൈസ് ഡിഫറൻസ് ഇല്ലെങ്കിൽ സെൽഫ് അസംബ്ലി ആണ് അവിടെ നടക്കുക. ദെൻ അടുത്ത ടോപ്പിക് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മോളിക്കുലാർ റെക്കഗ്നീഷൻ. മോളിക്കുലാർ റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഹോസ്റ്റ് ഗസ്റ്റ് കെമിസ്ട്രി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഹോസ്റ്റ് ഇപ്പോൾ ഒരുപാട് ഗസ്റ്റ് മോളിക്യൂൾസ് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഹോസ്റ്റ് മോളിക്യൂൾ ആപ്റ്റ് ആയിട്ടുള്ള ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ഗസ്റ്റ് മോളിക്യൂൾസിനെ സെലക്ട് ചെയ്യുക, അതിനെയാണ് മോളിക്കുലാർ റെക്കഗ്നീഷൻ എന്ന് പറയുക. അപ്പോൾ എ സ്യൂട്ടബിൾ ഗസ്റ്റ് മോളിക്യൂൾ ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ഹോസ്റ്റ് മോളിക്യൂൾ. അങ്ങനെ അതിന് അനുയോജ്യമായ ഒരു
ഗസ്റ്റ് മോളിക്യൂളിനെ ചൂസ് ചെയ്താൽ മാത്രമേ അവിടെ ഫംഗ്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു സ്യൂട്ടബിൾ ഗസ്റ്റ് മോളിക്യൂളിനെ ഹോസ്റ്റ് മോളിക്യൂൾ റെക്കഗ്നൈസ് ചെയ്യുന്നതിനെയാണ് മോളിക്യുലാർ റെക്കഗ്നീഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എനർജി ആൻഡ് ഇൻഫർമേഷൻ ഇൻവോൾവ്ഡ് ഇൻ ദ ബൈൻഡിങ് ആൻഡ് സെലക്ഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ബൈ എ ഗിവൺ റിസപ്റ്റർ. ഇവിടെ നമ്മൾ ഇങ്ങനെ ഈ ഹോസ്റ്റിനെ റിസപ്റ്റർ എന്നും ദെൻ ഗസ്റ്റിനെ സബ്സ്ട്രേറ്റ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ ഈ റിസപ്റ്റർ മോളിക്യൂൾ ഈ എനർജിയും അതിന്റെ ഇൻഫർമേഷനും, അതായത് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സെലക്ഷന് വേണ്ടിയിട്ടുള്ള ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള എനർജിയും അതിന്റെ ഇൻഫർമേഷനും ഒക്കെ സെലക്ട് ചെയ്തിട്ടാണ് ഒരു സബ്സ്ട്രേറ്റിനെ അത് ചൂസ് ചെയ്യുന്നത്. ദെൻ ഫോം ബേസിസ് ഓഫ് സുപ്രാമോളിക്കുലാർ കെമിസ്ട്രി. ഈ മോളിക്കുലാർ റെക്കഗ്നീഷൻ എന്ന് പറയുന്നതാണ് മോളിക്കുലാർ കെമിസ്ട്രിയുടെ ബേസിസ് എന്ന് പറയുന്നത്. കാരണം മോളിക്കുലാർ റെക്കഗ്നീഷൻ നടന്നാൽ മാത്രമേ അവിടെ സൂപ്പർ മോളിക്യൂൾസ് ഫോം ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ സുപ്രാമോളിക്കുലാർ കെമിസ്ട്രിയുടെ ഒരു ബേസിസ് എന്ന് പറയുന്നത് തന്നെ മോളിക്കുലാർ റെക്കഗ്നീഷൻ ആണ്. ദെൻ അടുത്ത പോയിന്റ്, മിയർ ബൈൻഡിങ് ഈസ് നോട്ട് എ റെക്കഗ്നീഷൻ. റെക്കഗ്നീഷൻ ഈസ് ബൈൻഡിങ് വിത്ത് എ പർപ്പസ്. അത് വെറുതെ ബൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഇങ്ങനെ ബൈൻഡ്, ഇപ്പൊ വെറുതെ പോയിട്ട് നമ്മൾ ഇപ്പൊ ഒരു ഗസ്റ്റ് മോളിക്യൂൾ ചെന്നിട്ട് ഹോസ്റ്റ് മോളിക്യൂളിൽ ബൈൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് എന്ത് വേണം? റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ബൈൻഡിങ് കൊണ്ട് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ചെയ്യാൻ പറ്റണം, എന്നാൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ അതിനാണ് മിയർ ബൈൻഡിങ് ഈസ് നോട്ട് എ റെക്കഗ്നീഷൻ ഈസ് ബൈൻഡിങ് വിത്ത് എ പർപ്പസ്. അപ്പൊ മോളിക്കുലർ റെക്കഗ്നീഷൻ അത്രയാണുള്ളത്. ദെൻ റിസപ്റ്റർ ആൻഡ് സബ്സ്ട്രേറ്റ് ഷുഡ് എക്സിബിറ്റ്. അപ്പൊ ഈ റിസപ്റ്ററും ഈ സബ്സ്ട്രേറ്റും തമ്മിൽ ഒരു റിലേഷൻ വേണം. അപ്പൊ എന്ത് വേണം? എന്തൊക്കെയാണ് റിസപ്റ്ററും സബ്സ്ട്രേറ്റും എക്സിബിറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. സ്റ്റെറിക് കോംപ്ലിമെന്റാരിറ്റി കാണിക്കണം, ഇന്ററാക്ഷണൽ കോംപ്ലിമെന്റാരിറ്റി. സ്റ്റെറിക് കോംപ്ലിമെന്റാരിറ്റി എന്ന് പറഞ്ഞാൽ ഷേപ്പ് ആൻഡ് സൈസിൽ ഒരു കോംപ്ലിമെന്റാരിറ്റി വേണം. അതായത് ഈ നമ്മുടെ ഹോസ്റ്റ് മോളിക്യൂളിൽ കറക്റ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് നമ്മുടെ ഹോസ്റ്റ് മോളിക്യൂളിൽ ഉണ്ടായിരിക്കണം. ഗസ്റ്റിന് ചെന്നിട്ട് കറക്റ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൈറ്റ് ഉണ്ടായിരിക്കണം. അതാണ് സ്റ്റെറിക് കോംപ്ലിമെന്റാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഷേപ്പും സൈസും കൊണ്ട് ഒരു പരസ്പരം കോംപ്ലിമെന്റ് ആയിരിക്കണം. ദെൻ ഇന്ററാക്ഷണൽ കോംപ്ലിമെന്റാരിറ്റി, ലാർജ് കോണ്ടാക്ട് ഏരിയാസ്, നമ്മുടെ നല്ല ലാർജ് ആയിട്ടുള്ള കോണ്ടാക്ട് ഏരിയാസ് ഉണ്ടായിരിക്കണം. മൾട്ടിപ്പിൾ ഇന്ററാക്ഷൻ സൈറ്റ്സ് ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസിൽ മൾട്ടിപ്പിൾ സബ്സ്ട്രേറ്റിലല്ല, നമ്മൾ റിസപ്റ്റർ മോളിക്യൂൾ അഥവാ ഗസ്റ്റ് മോളിക്യൂളിൽ ഹോസ്റ്റ് മോളിക്യൂളിലെ മൾട്ടിപ്പിൾ ഇന്ററാക്ഷൻ സൈറ്റ് ഉണ്ടായിരിക്കണം. ദെൻ സ്ട്രോങ് ഓവറോൾ ബൈൻഡിങ്, ആ ബൈൻഡിങ് നല്ല സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കൂ, മോളിക്കുലർ റെക്കഗ്നീഷൻ നമുക്ക് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാകും. ഇവിടെ ഒരു ഹോസ്റ്റ് ഉണ്ട്, ദെൻ ഒരുപാട് ഗസ്റ്റ് മോളിക്യൂൾസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഹോസ്റ്റ് മോളിക്യൂൾസിന് ആപ്റ്റ് ആയിട്ടുള്ള ഗസ്റ്റ് മോളിക്യൂൾ ഏതാണോ അതിനെ ഈ ഹോസ്റ്റ് ചൂസ് ചെയ്യണം. അപ്പോൾ ഇതിലിപ്പോ നോക്കൂ, ഇവിടെ ഇതിന്റെ ഈ സ്ട്രക്ചറിന്, ഈ ഫിഗറിന് ആപ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഹോസ്റ്റ് മോളിക്യൂൾസിന് ചൂസ് ചെയ്യാൻ പറ്റിയ, സെലക്ട് ചെയ്യാൻ പറ്റിയ ഏതാണ്? ഇപ്പൊ കണ്ടോ, അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂളിനെ അത് സെലക്ട് ചെയ്തു. അങ്ങനെ അവിടെ ഹോസ്റ്റ് ഗസ്റ്റ് കോംപ്ലക്സ് ഫോം ചെയ്തു. ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോ നമ്മുടെ സൂപ്രാ മോളിക്കുലാർ കെമിസ്ട്രിയില് അപ്പോ നമ്മുടെ ഈ റിസപ്റ്റേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ നമ്മുടെ സിലബസിൽ അടുത്തതായിട്ട് പഠിക്കാനുള്ളതാണ് സിന്തറ്റിക് റിസപ്റ്റർ. നമ്മൾ പറഞ്ഞു റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്റ്റ് മോളിക്യൂൾ. അങ്ങനെ നമ്മളത് റിസപ്റ്റർ മോളിക്യൂൾസിന് സിന്തറ്റിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നമുക്കിനി പഠിക്കാനുള്ളത്. നമ്മുടെ സിലബസിൽ അടുത്ത ടോപ്പിക്കാണത്. ദെൻ ഒരു റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസപ്റ്റേഴ്സ് ആർ കെമിക്കൽ എൻറ്റിറ്റീസ് വിച്ച് ക്യാൻ ബൈൻഡ് എ ഗസ്റ്റ് മോളിക്യൂൾ. ഒരു ഗസ്റ്റ് മോളിക്യൂളിനെ ബൈൻഡ് ചെയ്യാൻ കഴിവുള്ള കെമിക്കൽ എൻറ്റിറ്റീസിനെയാണ് നമ്മൾ റിസപ്റ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ഹാവ് ബൈൻഡിങ് സൈറ്റ്. അപ്പൊ എന്താണോ, നമ്മുടെ റിസപ്റ്ററിന് ബൈൻഡിങ് സൈറ്റ് ഉണ്ടായിരിക്കണം. ഫോം ഹോസ്റ്റ് ഗസ്റ്റ് കോംപ്ലക്സ്. ഹോസ്റ്റ് ഗസ്റ്റ് കോംപ്ലക്സ് ഫോം ചെയ്യാനായിട്ടുള്ള ബൈൻഡിങ് സൈറ്റ് ഉണ്ടായിരിക്കണം നമ്മുടെ റിസപ്റ്റർ മോളിക്യൂളിന്. ഓക്കെ, അങ്ങനെ നമ്മുടെ റിസപ്റ്റർ മോളിക്യൂൾ 2 ടൈപ്സ് ആണുള്ളത്. എൻഡോ റിസപ്റ്ററും ഉണ്ട്, എക്സോ റിസപ്റ്ററും ഉണ്ട്. അപ്പൊ എന്താണ് എൻഡോ റിസപ്റ്റർ? എൻഡോ റിസപ്റ്റർ എന്ന് പറഞ്ഞാല് ഹോസ്റ്റ് മോളിക്യൂൾ ദാറ്റ് ഹാവ് ബൈൻഡിങ് സൈറ്റ് ഇൻസൈഡ് ദയർ മോളിക്കുലാർ സ്ട്രക്ചർ. ഹോസ്റ്റ് മോളിക്യൂൾസിന്റെ ഉള്ളിലാണ്, അതായത് അതിനകത്താണ് ബൈൻഡിങ് സൈറ്റ് ഉള്ളതെങ്കിൽ അതിനെ എൻഡോ റിസപ്റ്റർ എന്ന് പറയും. എന്നിട്ട് എന്താ ചെയ്യുക? ക്യാൻ ട്രാപ്പ് ഗസ്റ്റ് മോളിക്യൂൾ ഇൻസൈഡ് ദയർ ക്യാവിറ്റീസ്. നമ്മുടെ ഹോസ്റ്റ് മോളിക്യൂൾസിന്റെ ക്യാവിറ്റീസിലോട്ട് നമുക്കതിനെ
നമ്മുടെ ഗസ്റ്റ് മോളിക്യൂൾസിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എൻഡോ റിസപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ക്രൗൺ ഈതർ, ക്രിപ്റ്റൻസ്, സൈക്ലോഫെയിൻ, കാലിക്സറൈൻ. ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ എന്താ നമ്മൾ പഠിക്കും. അപ്പോൾ എൻഡോ റിസപ്റ്റേഴ്സ് ആണ് ക്രൗൺ ഈതേഴ്സ്, ക്രിപ്റ്റൻസ്, സൈക്ലോഫെയിൻസ്, കാലിക്സറൈൻ എന്നൊക്കെ പറയുന്നത് എൻഡോ റിസപ്റ്റേഴ്സ് ആണ്. ദെൻ അടുത്തതാണ് എക്സോ റിസപ്റ്റർ. എക്സോ റിസപ്റ്റർ എന്ന് പറയുന്നത് host molecule that have binding site on ഔട്ട്സൈഡ്, അതായത് അതിന്റെ സർഫസിൽ ബൈൻഡിങ് സൈറ്റ് ഉള്ളതിനെയാണ് എക്സോ റിസപ്റ്റർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് മോളിക്കുലാർ ക്ലെഫ്റ്റ്, സൈക്ലോഡെക്സ്ട്രിൻസ് ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ എൻഡോ റിസപ്റ്റേഴ്സും ഉണ്ട്, എക്സോ റിസപ്റ്റേഴ്സും ഉണ്ട്. എൻഡോ റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ബൈൻഡിങ് സൈറ്റ് അതിന്റെ ഇൻസൈഡിലായിരിക്കും. എക്സാമ്പിൾ ക്രൗൺ ഈതർ. ദെൻ എക്സോ റിസപ്റ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ ബൈൻഡിങ് സൈറ്റ് അതിന്റെ സർഫസിലായിരിക്കും. ഇത് നമുക്ക് ക്രൗൺ ഈതേഴ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ക്രൗൺ ഈതേഴ്സ് ആർ സൈക്ലിക് കെമിക്കൽ കോമ്പൗണ്ട് ദാറ്റ്, അതായത് നമ്മുടെ ഈ സിന്തറ്റിക് റിസപ്റ്ററിന് ഒരു എക്സാമ്പിൾ ആണ് ക്രൗൺ ഈതർ എന്ന് പറയുന്നത്. നല്ല വെല്ലോൺ എക്സാമ്പിൾ ആണ് ക്രൗൺ ഈതർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ക്രൗൺ ഈതർ? ക്രൗൺ ഈതർ എന്ന് പറഞ്ഞ സൈക്ലിക് കെമിക്കൽ കോമ്പൗണ്ട്സ് ആൻഡ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ റിംഗ് കണ്ടെയ്നിങ് സെവറൽ ഈതർ കോമ്പൗണ്ട്സ്. അതായത് നമ്മുടെ നമുക്കറിയാം ഈതർ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഡാഷ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ആണ് ഈതർ കോമ്പൗണ്ട്. ഇങ്ങനെ ആർ ഒ ആർ ഡാഷ്, ഇതാണ് നമ്മുടെ ഈതർ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ദെൻ അപ്പോ അങ്ങനെയുള്ള ഈ ഈതർ കോമ്പൗണ്ട്സിന്റെ സൈക്ലിക് ആയിട്ടുള്ള, അതായത് ഈതർ കോമ്പൗണ്ട്സിന്റെ ക്രൗൺ ഈതേഴ്സ് ആർ സൈക്ലിക് കെമിക്കൽ കോമ്പൗണ്ട്സ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ റിംഗ് കണ്ടെയ്നിങ് സെവറൽ ഈതർ കോമ്പൗണ്ട്. സെവറൽ ഈതർ കോമ്പൗണ്ട്സ് ചേർന്നിട്ട് ഒരു സൈക്ലിക് കെമിക്കൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യാം. അതിനെയാണ് നമ്മൾ ക്രൗൺ ഈതേഴ്സ് എന്ന് പറയുന്നത്. ഇതാ ഇതുപോലെ ഇവിടെ നോക്കൂ, ഒരു ആർ എന്നുള്ള ആ ഒരു ഗ്രൂപ്പ്സ് കൂടി ചേർന്നിട്ട് അങ്ങനെ സൈക്ലിക് കോമ്പൗണ്ട്സ് ഉണ്ടായിക്കാണ്. അപ്പോൾ അതിനെയാണ് ക്രൗൺ ഈതേഴ്സ് എന്ന് പറയുന്നത്. Then they are cyclic polyethers that contain 4 or more oxygen atoms separated by 2 or 3 carbon atoms. Cyclic polyethers ആണ് that contain 4 or more oxygen atom separated by 2 or 3 carbon atoms. ഇവിടെ നോക്കൂ, ഇപ്പൊ ഇവിടെ ഇതൊരു ഓക്സിജൻ ആറ്റം. ദെൻ അതിനിടയിൽ നോക്കൂ, ഇവിടെ ഒരു CH2 ഗ്രൂപ്പ്, ഇവിടെ ഒരു ഇവിടെ ഇങ്ങനെ, ഇവിടെ ഒരു O, ദെൻ ഇവിടെ ഒരു CH2 ഗ്രൂപ്പ്, ദെൻ വീണ്ടും ഒരു CH2 ഗ്രൂപ്പ്, ദെൻ ഒരു ഓക്സിജൻ ഗ്രൂപ്പ്. അങ്ങനെ അങ്ങനെ പോവാണ്. അങ്ങനെ അത് പോളിമറൈസ് ചെയ്യാൻ, അതിന്റെ ഒരു പോളിമറൈസ് ചെയ്യല്ല, അങ്ങനെ ഒരുപാട് ഈതർ ഗ്രൂപ്പ്സിന്റെ cyclic polyethers ആണ്. Cyclic polyethers ആണ് that contain 4 or more oxygen atoms separated by 2 or 3 carbon atoms. ഒന്നല്ലെങ്കിൽ രണ്ടാവും അല്ലെങ്കിൽ മൂന്നാകാം. അങ്ങനെ കാർബൺ ആറ്റംസ് ആയി സെപ്പറേറ്റ് ചെയ്തിട്ട് CH2 ഗ്രൂപ്പായിട്ട് സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ സൈക്ലിക് പോളിഈതേഴ്സ് ആണ് ക്രൗൺ ഈതേഴ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ ക്രൗൺ ഈതേഴ്സ് ആർ സൈക്ലിക് ഒലിഗോമേഴ്സ് ഓഫ് എത്തിലീൻ ഓക്സൈഡ്. ദ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഈസ് എത്തിലീൻ ഓക്സൈഡ്. അതായത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത് CH2 ഗ്രൂപ്പാണ്. ഇവിടെ ഇപ്പൊ 2 കാർബൺ ആണല്ലോ ഉള്ളത്. ഇവിടെ ഇപ്പൊ ഇവിടെ നോക്കൂ, ഈ ഫസ്റ്റ് 12 ക്രൗൺ 4 എന്ന് പറയുന്നതിൽ ഇവിടെ ഓക്സിജൻ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കാർബൺ ആറ്റം, ദെൻ ഇവിടെ ഒരു കാർബൺ ആറ്റം, അങ്ങനെ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന്, അങ്ങനെ 2 കാർബൺ ആറ്റാണ് ഈ 2 ഓക്സിജൻ ഇടയിലുള്ളത്. അപ്പൊ അങ്ങനെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് എന്താണ്?
ഓക്കെ, മോസ്റ്റ് കോമൺ ക്രൗൺ ഈതേഴ്സ് എന്ന് പറയുന്നത് സൈക്ലിക് ഒലിഗോമേഴ്സ് ഓഫ് എത്തിലീൻ ഓക്സൈഡ് ആണ്. റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് എത്തിലീൻ ഓക്സി, അതായത് CH2 എന്ന് പറയുന്നതാണ് റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ജനറൽ ഫോർമുല ഓഫ് ക്രൗൺ ഈതർ എന്ന് പറയുന്നത് OCH2 ടൈംസ് ആണ്. ഓക്കെ, നമ്മൾ അതിന്റെ നെയിമിംഗ് ഒക്കെ പഠിക്കും, എങ്ങനെയാണ് ക്രൗൺ ഈതേഴ്സിന് നെയിം കൊടുക്കുക. The crown ethers are named X crown Y. X is total number of atoms in the ring and Y is the number of oxygen atom. അപ്പോ ഇതെവിടെ നോക്കാം. ഇവിടെ ഇപ്പോ ഈ ക്രൗൺ ഈതറിന്റെ പേര്, ഒന്നാമത്തെ ക്രൗൺ ഈതർ നോക്കാം. അതിന്റെ പേര് 12 crown 4 എന്നാണ്. അതായത് 12 എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ റിങ്സ്. ഈ റിങ്സില് എത്ര ആറ്റംസ് ഉണ്ട്? ഇതാ ഇവിടെ ഇപ്പോ ടോട്ടൽ ആറ്റംസ് ആണ്. അവിടെ ഓക്സിജനും കാർബണും CH2 ഗ്രൂപ്പ്സും ഓക്സിജനും എല്ലാം നമ്മൾ കൗണ്ട് ചെയ്യണം. ഇപ്പൊ ഇവിടെ നോക്കൂ, ഒരു 1, ഇവിടെ ഒരു കാർബൺ, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 അല്ലെ? അപ്പോ അങ്ങനെ ടോട്ടൽ ആറ്റംസ്, റിങ്ങിലുള്ള ടോട്ടൽ ആറ്റംസ് എന്ന് പറയുന്നത് 12 ആണ്. ദെൻ 12 എന്ന് എഴുതുക, ഐഫൺ ഇടുക, ക്രൗൺ എന്ന് എഴുതുക, ഐഫൺ, ദെൻ 4. ഈ 4 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ആണ്. ഇവിടെ ഇപ്പൊ എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്? 1, 2, 3, 4 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അപ്പോ ഒന്നാമത്തെ ഫസ്റ്റ് 12 എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ദെൻ 4 എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ആണ്. ദെൻ 15 crown 5, ഇവിടെ നോക്കൂ, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 15 ആണ്. ദെൻ അവിടെ ഓക്സിജൻ എന്ന് പറയുന്നത് എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്? 1, 2, 3, 4, 5 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. ദെൻ 18 crown 6 അതുപോലെയാണ്. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് 18 ആണ്. ഓക്സിജൻ ആറ്റംസ് 6 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. ദെൻ ഇതൊക്കെ അതുപോലെ തന്നെയാണ്. ഇവിടെ നോക്കൂ, ഡൈബെൻസോ 18 crown 6, then 21 crown 7, 24 crown 8. അപ്പൊ അങ്ങനെയാണ് അതിന്റെ നെയിമിംഗ് വരുന്നത്. ദെൻ ഈ ക്രൗൺ ഈതേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഈ ക്രൗൺ ഈതേഴ്സിന് നമ്മുടെ മെറ്റൽ അയോൺസുമായിട്ട്, അതായത് നമ്മൾ ആൽക്കലി മെറ്റൽ അയോൺസ്, ഇപ്പൊ സോഡിയം, ലിഥിയം, പൊട്ടാസ്യം എന്നൊക്കെ പറഞ്ഞ മെറ്റൽ അയോൺസ് ഉണ്ടല്ലോ, ഈ മെറ്റൽ അയോണുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റും. ഈ മെറ്റൽ അയോൺസിനെ ഇതിന്റെ ഉള്ളിൽ ബൈൻഡ് ചെയ്യാൻ പറ്റും. ബൈൻഡ് ചെയ്തിട്ട് കോംപ്ലക്സ്, നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഇവിടെ ഓക്സിജന്റെ ഇവിടെ ഓക്സിജന്റെ ഇതാണ് കണ്ടത്. ഈ ഓക്സിജന് പകരം നമുക്ക് ഹെറ്ററോ ആറ്റംസും വരാം. ഓക്സിജന് പകരം സൾഫറോ നൈട്രജനോ അങ്ങനെ എന്തെങ്കിലും ഹെറ്ററോ ആറ്റംസ് വന്നിട്ടും ക്രൗൺ ഈതേഴ്സ് ഫോം ചെയ്യാം എന്നാണ് പറയുന്നത്. The complexation is mainly from electrostatic ion dipole interaction between the metal ion situated in the cavity of the ring and the oxygen atom surrounding it. അതായത് ഇവിടെ എങ്ങനെയാണ് ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് അയോൺ ഡൈപോൾ അട്രാക്ഷൻ ആണ് ഇവിടെ വരുന്നത്. എങ്ങനെയാണ് അട്രാക്ഷൻ വരുന്നത്? ഈ മെറ്റൽ അയോൺസ് ഇതിനുള്ളിൽ ട്രാപ്പ് ചെയ്യും. ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു മെറ്റൽ അയോണിനെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ മെറ്റൽ അയോണും ഇവിടെ ഓക്സിജൻ ആറ്റാണ് ചുറ്റുള്ളത്. ഈ ഓക്സിജന് ചുറ്റും എന്തുണ്ടാകും? ലോൺ പെയേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ലോൺ പെയർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വഴിയാണ് ഇവിടെ മെറ്റൽ അയോണിനെ ഇവർക്ക് ട്രാപ്പ് ചെയ്യാൻ പറ്റുന്നത്. The complexation is mainly from electrostatic ion dipole attraction between the metal ion situated in the cavity of the ring and the oxygen atom surrounding it. Then all crown ethers have a central cavity that can accommodate a metal ion coordinated to the ring of oxygen atom. നമ്മുടെ റിങ്ങിലുള്ള ഓക്സിജൻ ആറ്റവുമായിട്ട് നമുക്ക് എന്താണ് മെറ്റൽ അയോൺ കോർഡിനേറ്റ് ചെയ്യാണ്. ദ സൈസ് ഓഫ് മെറ്റൽ മസ്റ്റ് മാച്ച് ദ സൈസ് ഓഫ് ക്രൗൺസ് ടു ഫോം സ്ട്രോങ് അട്രാക്ഷൻ. ദെൻ ഇവിടെ സ്ട്രോങ് അട്രാക്ഷൻ നടക്കണമെങ്കിൽ ഓരോ ക്രൗൺസ്, ഇപ്പോ എല്ലാ ക്രൗൺ ഈതറും എല്ലാ മെറ്റൽ അയോൺസിനെയും ട്രാപ്പ് ചെയ്യാൻ പറ്റില്ല. എല്ലാ മെറ്റൽ അയോൺസ് ആയിട്ടും നമുക്ക് കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റില്ല. ഇപ്പോ ഇവിടെ നോക്കൂ, ഇവിടെ 6, അതായത് ഇതെന്താണ്? 18 crown 6 ആണ്. 18 crown 6 പൊട്ടാസ്യം അയോൺസിനെയാണ്, പൊട്ടാസ്യം അയോണിനെയാണ് ട്രാപ്പ് ചെയ്യുക. പൊട്ടാസ്യം അയോണുമായിട്ടാണ് കോംപ്ലക്സ് ഫോം ചെയ്യുക. അതുപോലെ ഓരോ ക്രൗൺ ഈതറും അതിന്റെ സൈസിനും ഷേപ്പിനും അനുസരിച്ചിട്ട് ഡിഫറെന്റ് മെറ്റൽ അയോൺസിനെയാണ്, അത് മെറ്റൽ അയോണുമായിട്ടാണ് കോംപ്ലക്സ് ഫോം ചെയ്യുക.
ഹൈഡ്രോഫിലിക് ക്യാവിറ്റി ഓഫ് ഓക്സിജൻ ആറ്റം സറൗണ്ടഡ് ബൈ എ ഹൈഡ്രോഫോബിക് എത്തിലീൻ ഗ്രൂപ്പ്. അതായത് ഹൈഡ്രോഫിലിക് ക്യാവിറ്റി ഓഫ് ഓക്സിജൻ ആറ്റം, ഓക്സിജൻ ആറ്റത്തിന് എന്താണ് ഹൈഡ്രോഫിലിക് പ്രോപ്പർട്ടി ആണുള്ളത്. ദെൻ സറൗണ്ടഡ് ബൈ എ ഹൈഡ്രോഫോബിക് എത്തിലീൻ ഗ്രൂപ്പ്, എത്തിലീൻ ചുറ്റുള്ള എത്തിലീൻ ഗ്രൂപ്പ്സ് എന്താണ് ഹൈഡ്രോഫോബിക് ആണ്. ആൾ ക്രൗണീതേഴ്സ് ഹാവ് ദ ക്യാവിറ്റി ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് എ മെറ്റൽ അയോൺ കോർഡിനേറ്റഡ് ടു റിംഗ് ഓഫ് ഓക്സിജൻ ആറ്റം. Cation is stabilized by interacting with the lone pairs of electron on the surrounding oxygen atom. നമ്മൾ പറഞ്ഞു അതിലുള്ള മെറ്റൽ കാറ്റയോൺസ് ലോൺ പെയർസുമായിട്ട് അതായത് സറൗണ്ടിങ്ങിലുള്ള ഓക്സിജൻ ആറ്റത്തിന്റെ ലോൺ പെയറുമായിട്ടുള്ള ഇന്ററാക്ട് ചെയ്തിട്ട് ഇന്ററാക്ടിങ് വിത്ത് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺ ഓൺ ദ സറൗണ്ടിങ് ഓക്സിജൻ ആറ്റം. കാറ്റയോൺ നമ്മുടെ ഓക്സിജനിലുള്ള ലോൺ പെയർസുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. The term crown was suggested for the 3D shape of the molecule because it looked like a crown. ഈ 3D ഷേപ്പ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ഒരു 3D ഷേപ്പ് ആണ് കിട്ടുക. അതായത് മെറ്റൽ അയോണുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് നമുക്കൊരു 3D ഷേപ്പ് ഫോം ചെയ്യും. അതുകൊണ്ടാണ് അതിന് ക്രൗൺ ഈതർ, ക്രൗൺ എന്നുള്ള ക്രൗണിന്റെ ഷേപ്പ് ആവും. അതുകൊണ്ടാണ് ക്രൗൺ ഈതർ എന്നുള്ള പേര് വന്നത്. Then metal ions are not soluble in low polarity solvent. The crown either complexes to metal cation result soluble complex. ഇപ്പൊ നമ്മുടെ ലോ പൊളാരിറ്റി സോൾവെന്റ്സിൽ മെറ്റൽ അയോൺസ് സോലുബിൾ അല്ലെങ്കിൽ നമുക്ക് ക്രൗൺ ഈതർ കോംപ്ലക്സ് വെച്ചിട്ട് അതിനെ സോലുബിൾ ആക്കാൻ പറ്റും. ക്രൗൺ ഈതേഴ്സ് ആർ യൂസ്ഡ് ടു ഹെൽപ്പ് അയോണിക് സാൾട്ട് നീഡഡ് ഫോർ ഓർഗാനിക് റിയാക്ഷൻ ടു ഡിസോൾവ് ഇൻ ഓർഗാനിക് സോൾവെന്റ്. അതായത് ഇപ്പോൾ അയോണിക് സാൾട്ട് ഒക്കെ നമുക്ക് ഓർഗാനിക് സോൾവെന്റിൽ ഡിസോൾവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രൗൺ ഈതർ ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം എന്നാണ് പറയുന്നത്. ദെൻ ആദ്യം നമ്മുടെ ഓക്സിജനും അതായത് ഈതർ ഗ്രൂപ്പ്സ് വരുമ്പോഴാണ് നമ്മൾ ക്രൗൺ ഈതർ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇപ്പൊ നൈട്രജനും സൾഫറൊക്കെ നൈട്രജൻ അല്ലെങ്കിൽ സൾഫർ ഒക്കെ വരികയാണെങ്കിലൊക്കെ നമ്മൾ അങ്ങനെ അതിന്റെ മാക്രോസൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ നമ്മൾ ക്രൗൺ ഈതേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, സൾഫർ വരികയാണെങ്കിൽ അതിനെ തയാ ക്രൗൺ ഈതർ എന്നാണ് പറയുക. ദെൻ നൈട്രജൻ വരികയാണെങ്കിൽ അതിനെ അസാ ക്രൗൺ ഈതർ എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ അത്രയാണ് ക്രൗൺ ഈതേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ അടുത്ത ടോപ്പിക്കാണ് ക്രിപ്റ്റൻസ്. നമ്മളിപ്പോ ക്രൗൺ ഈതർ എന്ന് പറയുമ്പോൾ ക്രൗൺ ഈതേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മോണോസൈക്ലിക് ആണ് അല്ലെ. ഇവിടെ ഒരു ഒറ്റ സൈക്കിളേ ഉള്ളൂ. എന്നാൽ അതുപോലത്തെ ബൈസൈക്ലിക് അല്ലെങ്കിൽ ഒരുപാട് പോളിസൈക്ലിക് കോമ്പൗണ്ട്സ് വരികയാണെങ്കിൽ അതിന് ക്രിപ്റ്റൻസ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ 2 സൈക്കിളില്ലേ, അതായത് ഒന്ന് കൂടുതൽ സൈക്കിൾസ് വരികയാണെങ്കിൽ അതിനെ ബൈസൈക്ലിക് ആകാം അല്ലെങ്കിൽ പോളിസൈക്ലിക് ആകാം. അങ്ങനെയുള്ള കോംപ്ലക്സിനെയാണ് നമ്മൾ ക്രിപ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ക്രിപ്റ്റൻസ് എന്ന് പറഞ്ഞാല് ബൈസൈക്ലിക് ക്രൗൺ ഈതേഴ്സ് ആൻഡ് ക്രൗൺ ഈതേഴ്സ് ഓഫ് പോളിസൈക്ലിക്സ് ആർ കാൾഡ് ക്രിപ്റ്റൻസ്. ഒന്നല്ലെങ്കിൽ ക്രൗൺ ഈതേഴ്സിന്റെ ബൈസൈക്ലിക് ആകാം അല്ലെങ്കിൽ ക്രൗൺ ഈതേഴ്സ് ഓഫ് പോളിസൈക്ലിക് ആകാം. അതിനെയാണ് നമ്മൾ ക്രിപ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ കോംപ്ലക്സ് ഫോംഡ് ആർ കാൾഡ് ക്രിപ്റ്റേറ്റ്സ്. ഈ ക്രിപ്റ്റൻസും നമ്മുടെ മെറ്റൽ അയോൺസ് അല്ലെങ്കിൽ അങ്ങനെ കോംപ്ലക്സ് ഫോം ചെയ്താൽ അതിന് ക്രിപ്റ്റേറ്റ്സ് എന്നാണ് പറയുക. അപ്പോ ആ ഒരു സൈക്കിളിന് മാത്രം, അതായത് ബൈസൈക്ലിക് ആകാം അല്ലെങ്കിൽ പോളിസൈക്ലിക് ആകാം, അതിന് ക്രിപ്റ്റൻസ് എന്ന് പറയും. ദെൻ ആഫ്റ്റർ കോംപ്ലക്സ് ഫോർമേഷൻ, കോംപ്ലക്സ് ഫോം ചെയ്താൽ അതിന് ക്രിപ്റ്റേറ്റ്സ് എന്നാണ് പറയുക. ദെൻ ഈ ക്രിപ്റ്റൻസിന്റെ പ്രത്യേകത എന്താണ്? ഇതിന് മൾട്ടിപ്പിൾ ബൈൻഡിങ് സൈറ്റ് ഉണ്ടാകും. ദെൻ ഒരുപാട് ബൈൻഡിങ് സൈറ്റ് ഉണ്ടാകും. അതായത് ഒരുപാട് ഇവിടെ അതായത് ബൈസൈക്ലിക് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ബൈൻഡിങ് സൈറ്റ്സ് കാണും. അങ്ങനെ മൾട്ടിപ്പിൾ ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ടാവും. ദെൻ ഹാവ് എ മോർ കോംപ്ലക്സ് ബ്രാഞ്ച്ഡ് സ്ട്രക്ചർ വിത്ത് മൾട്ടിപ്പിൾ ആംസ് ദാറ്റ് ക്യാൻ എൻകാപ്സുലേറ്റ് എ കാറ്റയോൺ ഇൻ എ 3D ക്യാവിറ്റി. അതായത് മോർ കോംപ്ലക്സ് ബ്രാഞ്ച്ഡ് സ്ട്രക്ചേഴ്സ് ആണ് വിത്ത് മൾട്ടിപ്പിൾ ആംസ്. ദെൻ അതുകൊണ്ട് തന്നെ അതിനെന്താവും, കാറ്റയോൺസിനെ അതിലേക്ക് എൻകാപ്സുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു 3D ക്യാവിറ്റിയിലോട്ട് അതിനെ എൻകാപ്സുലേറ്റ് ചെയ്യാൻ പറ്റും. മോർ പവർഫുൾ ആൻഡ് സെലക്റ്റീവ് കോംപ്ലക്സിങ് ഏജന്റ്. ഈ ക്രിപ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ക്രൗൺ ഈതേഴ്സിനേക്കാൾ മോർ പവർഫുൾ ആണ് ആൻഡ് സെലക്റ്റീവ് കോംപ്ലക്സിങ് ഏജന്റ് ആണ്. ബെറ്റർ ഇൻ മോളിക്കുലർ റെക്കഗ്നീഷൻ ദാൻ ക്രൗൺ ഈതേഴ്സ്. അതായത് നമ്മുടെ ക്രൗൺ ഈതേഴ്സിനേക്കാൾ മോർ മോളിക്കുലർ റെക്കഗ്നീഷൻ കാണിക്കുന്ന കോമ്പൗണ്ട്സ് ആണ് ക്രിപ്റ്റൻസ് എന്ന് പറയുന്നത്. ബൈൻഡിങ് ത്രൂ ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഓഫ് ബോത്ത് ഓക്സിജൻ ആൻഡ് നൈട്രജൻ ആറ്റംസ് എന്നാട്ടോ. ബൈൻഡിങ് ത്രൂ ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഓഫ് നമ്മുടെ ക്രൗൺ ഈതേഴ്സിൽ നമ്മൾ
ഇപ്പോ ഓക്സിജൻ ആറ്റത്തിന്റെ ഇലക്ട്രോൺ ലോൺ പെയേഴ്സ് ആണ്. ഇവിടെ എന്താണ് ഓക്സിജനും നൈട്രജൻ ആറ്റംസും അതിനൊക്കെ ലോൺ പെയേഴ്സും ആയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മൾട്ടിപ്പിൾ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. മോർ പവർഫുൾ ആണ്, മോർ പവർഫുൾ ആൻഡ് മോർ സെലക്റ്റീവ് ആണ്. ദെൻ നമ്മുടെ ബെറ്റർ ഇൻ മോളിക്കുലർ റെക്കഗ്നീഷൻ ദാൻ ക്രൗണീതേഴ്സ്. ക്രൗണീതേഴ്സിനേക്കാൾ മോർ ബെറ്റർ ഇൻ മോളിക്കുലർ റെക്കഗ്നീഷൻ കാണിക്കുന്നതാണ് ക്രിപ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ക്രിപ്റ്റന്റ് കാറ്റയോണായിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്താണ് ക്രിപ്റ്റേറ്റ്, കോംപ്ലക്സ് ഫോം ചെയ്ത് അതിനെ ക്രിപ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനടുത്ത ടോപ്പിക്കാണ് സൈക്ലോഫെയിൻസ്. സൈക്ലോഫെയിൻ. അപ്പോ എന്താണ് സൈക്ലോഫെയിൻ എന്ന് പറഞ്ഞാൽ? സൈക്ലോഫെയിൻസ് ആർ സ്ട്രെയിൻഡ് ഓർഗാനിക് മോളിക്യൂൾ വിച്ച് കണ്ടെയ്ൻ അരോമാറ്റിക് റിംഗ് ആസ് വെൽ ആസ് ആലിഫാറ്റിക് യൂണിറ്റ്. അതിൽ റിംഗ് മാത്രമല്ല, ഒരു ആലിഫാറ്റിക് യൂണിറ്റും കൂടി ഉണ്ടാവും. ബോത്ത് ആലിഫാറ്റിക് യൂണിറ്റ് ആൻഡ് അരോമാറ്റിക് റിംഗ്. അരോമാറ്റിക് റിംഗും ഉണ്ടാകും, ആലിഫാറ്റിക് യൂണിറ്റും ഉണ്ടാകും. അങ്ങനെയുള്ള ഓർഗാനിക് മോളിക്യൂൾസിനെയാണ് നമ്മൾ സൈക്ലോഫെയിൻസ് എന്ന് പറയുന്നത്. അതിൽ ഈ അരോമാറ്റിക് റിംഗ് എന്താണ്? അരോമാറ്റിക് റിംഗ് പ്രൊവൈഡ് റിജിഡിറ്റി ടു ദ സ്ട്രക്ചർ. ആ ഒരു സ്ട്രക്ചറിന് റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് അരോമാറ്റിക് റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ആലിഫാറ്റിക് യൂണിറ്റ് എന്താണ്? ആലിഫാറ്റിക് യൂണിറ്റ് ഫോം ബ്രിഡ്ജ് ബിറ്റ്വീൻ അരോമാറ്റിക് റിംഗ് ആൻഡ് പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ടു ദ ഓവറോൾ സ്ട്രക്ചർ. ആ ഒരു സ്ട്രക്ചറിന് ഒരു ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? അതിലെ ആലിഫാറ്റിക് പാർട്ടാണ്. അരോമാറ്റിക് റിംഗ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? റിജിഡിറ്റി ടു ദ സ്ട്രക്ചർ. ഇതിവിടെ നോക്കൂ, സൈക്ലോഫെയിന്റെ സ്ട്രക്ചർ കണ്ടില്ലേ? ഒരു അരോമാറ്റിക് റിംഗ് ഉണ്ട്, ഒരു ആലിഫാറ്റിക് യൂണിറ്റ് ഉണ്ട്. അതിൽ അരോമാറ്റിക് റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സ്ട്രക്ചറിന് റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആലിഫാറ്റിക് പാർട്ട് എന്താണ് ചെയ്യുന്നത്? ആ ഒരു സ്ട്രക്ചറിന് അതൊരു ഫ്ലെക്സിബിൾ ആക്കും. ഫ്ലെക്സിബിലിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ജനറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സൈക്ലോഫെയിൻ. നമുക്ക് സൈക്ലോഫെയിൻ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? എൻ ഓർത്തോസൈക്ലോഫെയിൻ, എൻ മെറ്റാസൈക്ലോഫെയിൻ, എൻ പാരാസൈക്ലോഫെയിൻ. അപ്പൊ അതില് ഈ ഓർത്തോ, മെറ്റാ, പാര എന്നൊക്കെ പറയുന്നത് ഇതിൽ നമ്മൾ പറഞ്ഞു ഒരു ആലിഫാറ്റിക് പാർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു പാർട്ടിന്റെ പൊസിഷനെയാണ് നമ്മൾ അതിൽ ഓർത്തോയിലാണെങ്കിൽ അതിനെ ഓർത്തോ സൈക്ലോഫെയിൻ എന്ന് പറയും, മെറ്റയിലാണെങ്കിൽ മെറ്റാ സൈക്ലോഫെയിൻ എന്ന് പറയും, പാരയിലാണെങ്കിൽ പാരാസൈക്ലോഫെയിൻ എന്ന് പറയും. നമുക്ക് നെയിമിങ് പിന്നീട് നോക്കാട്ടോ. അപ്പൊ ഓർത്തോ, മെറ്റാ, പാര റെപ്രസെന്റ് ദ പൊസിഷൻ ഓഫ് ആൽക്കിൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദ അരോമാറ്റിക് സിസ്റ്റം, വെർ എൻ റെപ്രസെന്റ് ദ നമ്പർ ഓഫ് മെത്തിലീൻ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ദ ആലിഫാറ്റിക് ചെയിൻ. അപ്പൊ ആ ആലിഫാറ്റിക് ചെയിനിൽ എത്ര മെത്തിലീൻ ഗ്രൂപ്പ് ഉണ്ട് അതിനെയാണ് നമ്മുടെ എൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ ഓർത്തോസൈക്ലോഫെയിൻ ആർ ആൾസോ കാൾഡ് സൈക്ലോഫെയിൻ എന്നാട്ടോ. അപ്പൊ ഓർത്തോസൈക്ലോഫെയിനെ എന്ത് പറയും? ബെൻസോസൈക്ലോഫെയിൻ എന്നും പറയും. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ എൻ ഓർത്തോസൈക്ലോഫെയിൻ ആണ്. അതായത് ഇവിടെ 1 എന്നുള്ള പൊസിഷനിലാണല്ലോ ഇവിടെ CH2 ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓർത്തോസൈക്ലോഫെയിൻ എന്നാണ്, ഓർത്തോ എന്നാണ് നമ്മൾ നെയിം കൊടുക്കേണ്ടത്. ദെൻ ഇവിടെ എത്ര CH2 ഗ്രൂപ്പ് ഉണ്ട്? N ടൈംസ്. അതുകൊണ്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എന്താണ് ഇടേണ്ടത്? N ആണ് ഇടേണ്ടത്. ഇനി ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോ 1 2 3 റിങ്ങില് 3 പൊസിഷനിലാണ് CH2, അതായത് ആലിഫാറ്റിക് ചെയിൻസ് ഉള്ളത്. അതുകൊണ്ട് അതിനെ എന്താണ് പറയേണ്ടത്? മെറ്റാസൈക്ലോഫെയിൻ എന്നാണ് പറയേണ്ടത്. ദെൻ 1 4 പൊസിഷൻ 1 4 പൊസിഷനിലാണെങ്കിൽ അതിനെ പാരാ പൊസിഷനിലാണല്ലോ. 1 4 എന്ന് പറഞ്ഞാൽ പാര അല്ലേ? അപ്പൊ അതിനെ പാരാസൈക്ലോഫെയിൻ എന്നാണ് പറയുക. ദെൻ ഇവിടെ നോക്കൂ, ഇപ്പൊ ഇവിടെ 2 ഓർത്തോസൈക്ലോഫെയിൻ. ഇവിടെ നോക്കൂ, 1 ഇവിടെ നോക്കൂ, ഇവിടെ 1 2, ഇവിടെ 1 2, അതായത് രണ്ട് പിന്നെ 1 2 1 2, അതായത് ഓർത്തോ
സൈക്ലോഫെൻ. ഓർത്തോ പൊസിഷനിൽ രണ്ട് ഭാഗത്തുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉണ്ട്, ഇവിടെ 1 CH2 ഗ്രൂപ്പ് ഇവിടെയും, ഇവിടെ സൈക്ലോഹെക്സൈൻ ആണ്, അവിടെ CH2 അപ്പൊ അവിടെ എന്താണ് 2 ഓർത്തോ സൈക്ലോഫെൻ. ഇവിടെ ആലിഫാറ്റിക് ഗ്രൂപ്പ് എങ്ങനെയാണ്, ഇവിടെ അതുകൊണ്ടാണ് സ്ക്വയർ ബ്രാക്കറ്റിൽ 2 എന്ന് വന്നത്. ഇവിടെ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു CH2 ഗ്രൂപ്പ്, ഇതാ ഇവിടെ CH2, ഇതിലെ ഈ ചെയിനിലും ഇവിടെ ഒരു CH2 ഗ്രൂപ്പ്, ഇവിടെ ഒരു CH2 ഗ്രൂപ്പ്. ദെൻ ഇതിൽ നോക്കൂ, ഇവിടെ ഒരു CH2, ഇവിടെ ഒരു CH2. അതുകൊണ്ടാണ് 2 CH2 ഗ്രൂപ്പ്. അപ്പൊ ഇതിലും ഒരു CH2, ഇതിലും ഒരു CH2. അതുകൊണ്ട് അവിടെ 2 എന്ന് ഇട്ടു. ഇവിടെയും 2 CH2 ഗ്രൂപ്പ് ഉണ്ട്. 2 അപ്പൊ 2 CH2 ഗ്രൂപ്പ്സ്, അതുകൊണ്ട് 2. ദെൻ ഓർത്തോ സൈക്ലോഫെൻ. ഓർത്തോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇവിടെ 1-2 പൊസിഷനിലാണ്, ഓർത്തോ പൊസിഷനിലാണ്. ഇനി ഇവിടെ നോക്കൂ, 2 മെറ്റാ സൈക്ലോഫെൻ. ഇവിടെ മെറ്റാ പൊസിഷനിലാണ്, അതായത് ഇവിടെ 1-2-3 മെറ്റാ പൊസിഷനിലാണ് അല്ലെ. നോക്കൂ, അപ്പൊ മെറ്റാ പൊസിഷനിലായതുകൊണ്ട് തന്നെ ഇവിടെ അതെ 1-2-3 മെറ്റയിലാണ്. അപ്പോ ഇവിടെ 2, ഇവിടെ നോക്കൂ 1-2-3, ഇവിടെ 1-2-3. അപ്പോ 1-2-1-2 അല്ല, 1 എത്ര CH2 ഗ്രൂപ്പ്സ് ഉണ്ട്, 2 CH2 ഗ്രൂപ്പ്സ് ആണുള്ളത്. അതുകൊണ്ട് 2 മെറ്റാ സൈക്ലോഫെൻ. ദെൻ ഇവിടെ 2 ഇവിടെ 1-4 പൊസിഷനിലാണ്, അതുകൊണ്ട് 2 പാരാസൈക്ലോഫെൻ. ദെൻ ഇവിടെ NN മെറ്റാ പാരാസൈക്ലോഫെൻ, NN പാരാസൈക്ലോഫെൻ. ഇവിടെ മെറ്റയിലും പാരയിലും ഉണ്ട് ഇല്ലേ. ഇവിടെ 1 2 1 2 3 4, ഇവിടെ 1-4 പൊസിഷനിൽ ഒരു ചെയിൻ ഉണ്ട്, ആലിഫാറ്റിക് ചെയിൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 1-2-3 1-2-3 പൊസിഷനിലും ഒരു ആലിഫാറ്റിക് ചെയിൻ ഉണ്ട്. അപ്പോ അതിൽ എത്ര CH2 ഗ്രൂപ്പ്സ് ഉണ്ട്, രണ്ടിലും N CH2 ഗ്രൂപ്പ്സ് ആണുള്ളത്. അതുകൊണ്ട് NN മെറ്റാ പാരാസൈക്ലോഫെൻ. അതുപോലെ തന്നെ ഇവിടെ പാരയുടെ രണ്ടും 1-4 പൊസിഷനിലാണ്, അതുകൊണ്ട് തന്നെ NN പാരാസൈക്ലോഫെൻ എന്നാണ് വരിക. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. N represent the number of methylene group present in the aliphatic chain. ആലിഫാറ്റിക് ചെയിനിൽ എത്ര മെഥിലീൻ ഗ്രൂപ്പ് ഉണ്ട് എന്നതിനെയാണ് N റെപ്രസെന്റ് ചെയ്യുന്നത്. Then orthocyclophane are also called benzocyclophane. Then cyclophane with 1 aromatic ring and 2 alkyl bridge are called NN met. ഇപ്പൊ 2 ആൽക്കൈൽ ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടു, നമ്മള് ബ്രാക്കറ്റിനുള്ളിൽ NN ഇടും ഇല്ലേ, ബ്രാക്കറ്റിനുള്ളിൽ NN meta para or NN para cyclophane based on position of the alkyl chain. If there is a heteroatom present in the aromatic ring system, it is called heterophane. ഇപ്പോ നമ്മളിപ്പോ പറഞ്ഞ ഈ സൈക്ലോഫെയിനിൽ ഒരു ഹെറ്ററോ ആറ്റം പ്രസന്റ് ആണെങ്കിൽ അതിന് ഹെറ്ററോഫെയിൻ എന്നാണ് പറയാ. ഇഫ് ദ ഹെറ്ററോ ആറ്റം പ്രസന്റ് ഇൻ ദ ആൽക്കൈൽ ബ്രിഡ്ജ്, ഇറ്റ് ഈസ് കാൾഡ് ഹെറ്ററാഫെയിൻ. ഇപ്പൊ ഹെറ്ററോ ആറ്റം നമ്മുടെ ആൽക്കൈൽ ബ്രിഡ്ജിലാണ് പ്രസന്റ് എങ്കിൽ അതിന് ഹെറ്ററാഫെയിൻ എന്ന് പറയും. Then if the hetero atom present both the aromatic ring and alkyl chain, it is called a heterophane. ഇപ്പോൾ ഹെറ്ററോ ആറ്റം അരോമാറ്റിക് റിങ്ങിലും ഹെറ്ററോ ആറ്റം ഉണ്ട്, നമ്മുടെ ആൽക്കൈൽ ചെയിനിലും ഹെറ്ററോ ആറ്റം ഉണ്ടെങ്കിൽ അതിനെ ഹെറ്ററാഫെയിൻ എന്ന് പറയും. ഹെറ്ററോ ആറ്റം ആൽക്കൈൽ ബ്രിഡ്ജിലാണെങ്കിൽ അതിനെ ഹെറ്ററാഫെയിൻ, ഹെറ്ററോ ആറ്റം നമ്മുടെ റിങ്ങിലാണെങ്കിൽ അതിനെ ഹെറ്ററോഫെയിൻ എന്ന് പറയും. Then if the hetero atom present both the aromatic ring and alkyl chain, അരോമാറ്റിക് റിങ്ങിലും ആൽക്കൈൽ ചെയിനിലും ഹെറ്ററോ ആറ്റം പ്രസന്റ് ആണെങ്കിൽ അതിനെ ഹെറ്ററാഫെയിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് കാലിക്സറൈൻ. കാലിക്സറൈൻ എന്ന് പറയുന്നത്, ഈ കാലിക്സറൈൻ ഈസ് എ മാക്രോസൈക്കിൾ or cyclic oligomer produced by condensation of suitable functionalized phenol with formaldehyde. ഇതാണ് നമ്മുടെ കാലിക്സറൈൻ എന്ന് പറയുന്ന സംഭവം. ഇതെന്താണ്, നമ്മളെ
ഫീനോള് ഫീനോളും ഫോർമാൽഡിഹൈഡിന്റെയും കണ്ടൻസേഷൻ വഴി കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാലിക്സറിൻ എന്ന് പറയുന്നത്. ഈ കാലിക്സർ നമ്മൾ പഠിക്കുന്നത് സിന്തറ്റിക് റിസപ്റ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു കാലിക്സറിൻ എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് റിസപ്റ്റർ ആണ്. എങ്ങനെയാണ് കാലിക്സറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രൊഡ്യൂസ്ഡ് ബൈ കണ്ടൻസേഷൻ ഓഫ് സ്യൂട്ടബിൾ ഫങ്ഷണലൈസ്ഡ് ഫീനോൾ വിത്ത് ഫോർമാൽഡിഹൈഡ്. അതായത് ഫീനോളിന്റെയും ഫോർമാൽഡിഹൈഡിന്റെയും കണ്ടൻസേഷൻ വഴിയാണ് കാലിക്സറിൻ ഫോം ചെയ്യുന്നത്. The word calixarin is derived from calix or calice means vase or cup shaped. അപ്പൊ നമ്മുടെ കാലിക്സറിൻ നോക്കൂ, ഇവിടെ ഒരു കപ്പ് ഷേപ്പ് ആണ് അല്ലെ, ഒരു കപ്പ് ഷേപ്ഡ് ഫോം ആണ് ഈ അപ്പോ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് അതിന് കാലിക്സറിൻ എന്നുള്ള ആ ഒരു വേർഡ് വന്നത്. അപ്പൊ അതിന് ഒരു കപ്പ് ഷേപ്ഡ് ആയതുകൊണ്ടാണ് കാലിക്സറി എന്ന് പറയുന്നത്. ആൻഡ് ഫ്രം ദ വേർഡ് അരീൻ ദാറ്റ് റെഫേഴ്സ് ടു അരോമാറ്റിക് ബിൽഡിംഗ് ബ്ലോക്ക്. Calixarin have hydrophobic cavities that can hold smaller molecule or ion and belong to the class of cavitans known in host-guest chemistry. നമ്മൾ അവിടെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സുപ്രാ മോളിക്കുലാർ കെമിസ്ട്രിയിൽ നമ്മൾ അവിടെ അതായത് ക്ലാസിഫിക്കേഷനിൽ ഹോസ്റ്റ്-ഗസ്റ്റ് കെമിസ്ട്രിയിൽ അവിടെ എന്ത് പഠിച്ചു? ക്യാവിറ്റൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് പഠിച്ചു. എന്താണ് ക്യാവിറ്റൻസ് എന്ന് പറഞ്ഞാല്? നമ്മുടെ ഹോസ്റ്റ് മോളിക്യൂളിൽ തന്നെ അതിനൊരു ക്യാവിറ്റി ഉണ്ടെങ്കിൽ അതിനെ ആ ക്യാവിറ്റിക്ക് നമ്മുടെ ഗസ്റ്റ് മോളിക്യൂളിനെ ട്രാപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു ക്യാവിറ്റീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്യാവിറ്റൻസ് എന്നാണ് പറയുക അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ക്ലാസ് ഓഫ് മോളിക്യൂൾ ആണ്, അതിൽ ക്യാവിറ്റൻസിലാണ് ഈ കാലിക്സറിൻ വരുന്നത്. ഓക്കെ, അപ്പൊ കാലിക്സറിൻ എന്താണുള്ളത്? ഹൈഡ്രോഫോബിക് ക്യാവിറ്റിയാണ്. ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ വാട്ടർ ഹീറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാവിറ്റീസ് ആണ്. അത് ക്യാവിറ്റൻസ്, നമ്മുടെ ഹോസ്റ്റ് ഗസ്റ്റ് കെമിസ്ട്രിയിൽ ക്യാവിറ്റൻസിലാണ് ഈ കാലിക്സറിൻ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. നോക്കൂ, ഇവിടെ എത്ര 1 2 3 4 യൂണിറ്റ്സ് ഉണ്ട്. ഇതിന്റെ ഷേപ്പ് നോക്കൂ, ഒരു കപ്പ് ഷേപ്ഡ് ആണ്. ഓക്കെ, then calixarins are macrocyclic molecule with a unique 3-dimensional structure shaped like a cup with a hydrophobic upper rim and a hydrophilic lower rim surrounded ഹൈഡ്രോഫോബിക് അപ്പർ റിം ഉണ്ട്, ഒരു ഹൈഡ്രോഫിലിക് ലോവർ റിം ഉണ്ട് സറൗണ്ടിങ് എ ഹോളോ ക്യാവിറ്റി. ഇവിടെ നോക്കൂ, നമ്മൾ പറഞ്ഞു ഒരു കപ്പ് ഷേപ്ഡ് ആണെന്ന് പറഞ്ഞു ഇല്ലേ. ഈ കപ്പ് ഷേപ്പില് നോക്കൂ, ഇവിടെ ഒരു ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു അപ്പർ റിം ഉണ്ട്, ഒരു ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഒരു ലോവർ റിം ഉണ്ട്. ഇത് അപ്പർ റിം, ഇത് ലോവർ റിം. ഓക്കെ, surrounding a hollow cavity. Calixarins are frequently studied as the host system and used as nanosensors in drug carrier as well as drug delivery system application. നമ്മുടെ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിലൊക്കെയാണ് ഈ കാലിക്സറിന്റെ ആപ്ലിക്കേഷൻസ് കൂടുതലായി വരുന്നത്. This is due to the characteristics of calixarin as well as their derivatives which can interact and form composite nanomaterials with ions and neutral species including metal and non-metal. കാലിക്സറിന്റെ പ്രത്യേകത എന്താണ്? ഇതിന് നമ്മുടെ അതിന് ഹൈഡ്രോഫോബിക് പാർട്ടും ഉണ്ട്, ഒരു ഹൈഡ്രോഫിലിക് പാർട്ടും ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂട്രൽ ആയിട്ടുള്ള സ്പീഷീസ് ആയിക്കോട്ടെ, അയോൺസ് ആയിക്കോട്ടെ, അങ്ങനെ എന്തുമായിട്ടും നമുക്ക് മെറ്റൽ, നോൺ മെറ്റൽസ് ഇവയെല്ലാമായിട്ടും ഈ കാലിക്സറിന് കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിലൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്ട്സ് ആണ്, ഓർഗാനിക് മോളിക്യൂൾ ആണ് കാലിക്സറിൻ എന്ന് പറയുന്നത്. The ease of calixarin to be synthesized and functionalized at various sites is the main reason of their widely used in different application. Okay. ഈ കാലിക്സറിന്റെ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് അത് ഭയങ്കര സിമ്പിൾ ആണ്. അതായത് ഇപ്പോ കൗണ്ടിങ് ദ നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഇൻ ദ റിംഗ് ആൻഡ് ഇൻക്ലൂഡിംഗ് ഇൻ ദ നെയിം. അതായത് എത്ര റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഉണ്ട് എന്ന് പറയാ, അത് നമ്മൾ നെയിമിംഗിൽ കൊടുക്കുക. ഇപ്പൊ ഒരു കാലിക്സ് 4 അറൈൻസ് ആണെങ്കിൽ അതിന് 4 യൂണിറ്റ്സ് ഉണ്ടാവും, 4 റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. ഇതിന് കാലിക്സ് 6 അറൈൻസ് ആണെങ്കിൽ അതിന് 6 റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കൂ, കാലിക്സ് 4 അറൈൻസ് നോക്കൂ, 1 2 3 4 റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ അതിന് 4 റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ആണെങ്കിൽ അതിന് കാലിക്സ് 4 അറൈൻ എന്ന് പറയും. ദെൻ 6 ആണെങ്കിൽ എന്ത് പറയും? ഇപ്പൊ 1 2 3 4 5 6. ഇവിടെ സെക്കൻഡ് പിക്ചറിൽ 6 റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ആണുള്ളത്.
അപ്പൊ അതിന് കാലിക്സ് 6 അറീൻ എന്ന് പറയും. ദെൻ 8 ആണെങ്കിൽ ഇവിടെ കാലിക്സ് 8 അറീൻസ് നോക്കൂ, 8 റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് അതിന് കാലിക്സ് 8 അറീൻസ് എന്ന് പറയും. അപ്പൊ അതിന്റെ സ്ട്രക്ചറിൽ എത്ര റിപ്പീറ്റിംഗ് യൂണിറ്റ് ആണോ ഉള്ളത് അതാണ് ആ നെയിമിംഗിൽ വരിക. 4 ആണെങ്കിൽ കാലിക്സ് 4 അറീൻ, കാലിക്സ് എന്ന് കൊടുക്കുക, എത്ര റിപ്പീറ്റിംഗ് യൂണിറ്റ് ഉണ്ടെന്ന് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുക്കുക, അറീൻ അറീൻ എന്ന് കൊടുക്കുക. ഓക്കെ, കാലിക്സ് 4 അറീൻ, കാലിക്സ് 6 അറീൻ, കാലിക്സ് 8 അറീൻ, അങ്ങനെയാണ് അതിന്റെ നെയിമിംഗ് കൊടുക്കുന്നത്. അപ്പൊ കാലിക്സറിൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കാലിക്സറിൻ ഫോം ചെയ്യുന്നത് കണ്ടൻസേഷൻ ഓഫ് ഫീനോൾ ആൻഡ് ഫോർമാൽഡിഹൈഡ്. നമ്മുടെ ഫോർമാൽഡിഹൈഡിന്റെയും ഫീനോളിന്റെയും കണ്ടൻസേഷൻ വഴിയാണ് കാലിക്സറിൻ ഫോം ചെയ്യുന്നത്. അതിന്റെ ഈ ആ വേർഡിന്റെ കാലിക്സ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു കപ്പ് ഷേപ്പ് ആണ്. അതായത് ഇങ്ങനെ ഈ യൂണിറ്റ്സുകളൊക്കെ ഫോം ചെയ്ത് ഒരു കപ്പ് ഷേപ്പ്ഡ് ആണ് അതിന്റെ സ്ട്രക്ചർ, കപ്പ് ഷേപ്പ് ആയിട്ടാണ് വരിക. അതുകൊണ്ടാണ് കാലിക്സറി എന്നുള്ള നെയിം വന്നത്. ദെൻ അതിനൊരു ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു അപ്പർ റിമ്മുണ്ട്, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഒരു ലോവർ റിമ്മുണ്ട്. ദെൻ ഏകദേശം എല്ലാ സ്പീഷീസും ആയിട്ടും, അതായത് ന്യൂട്രൽ ആയിക്കോട്ടെ, മെറ്റൽ അയോൺസ് ആയിക്കോട്ടെ, ദെൻ നോൺ മെറ്റൽ ആയിക്കോട്ടെ, എല്ലാ എല്ലാ എല്ലാതുമായിട്ടും അതിന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അതായത് ഫോം കോംപ്ലക്സ് എന്നിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിലൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗാനിക് മോളിക്യൂൾ ആണ് കാലിക്സറിൻ എന്ന് പറയുന്നത്. ദെൻ അതിന്റെ നെയിമിംഗ് പറയുന്നത് അതിൽ എത്ര റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഉണ്ടോ അതിന്റെ എത്ര, ഇപ്പൊ 4 ആണെങ്കിൽ കാലിക്സ് 4 അറീൻ എന്ന് പറയും, 6 ആണെങ്കിൽ കാലിക്സ് 6 അറീൻ എന്ന് പറയും. അപ്പൊ എത്ര റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഉണ്ടോ ആ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ആണ് ആ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നൽകേണ്ടത്. അങ്ങനെയാണ് അതിന്റെ നെയിമിംഗ് വരുന്നത്. ഓക്കെ, ഇതിന് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് സൈക്ലോഡെക്സ്ട്രിൻ. സൈക്ലോഡെക്സ്ട്രിൻസ് എന്ന് പറഞ്ഞാല് cyclodextrins are formed by the action of cyclodextrin glucosyl transferase enzyme on the medium containing starch. അതായത് സ്റ്റാർച്ച് ഉള്ള ഒരു മീഡിയത്തില് സൈക്ലോഡെക്സ്ട്രിൻ ഗ്ലൂക്കോസ് ട്രാൻസ്ഫറേസ് എൻസൈം, ഈ എൻസൈമുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് സൈക്ലോഡെക്സ്ട്രിൻ ഫോം ചെയ്യുന്നത്. Cyclodextrins are macrocyclic oligosaccharide containing at least 6 D-glucopyranose units attached by alpha-1,4 bond. അതായത് നമ്മുടെ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഷുഗർ മോളിക്യൂൾ ഗ്ലൂക്കോസ് നോക്കൂ, ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഇങ്ങനെ ജോയിൻ ചെയ്യാം. അതായത് ഗ്ലൂക്കോസിന്റെ ഏത് ഫ്യുറനോസും ഉണ്ട്, പൈറനോസും ഉണ്ട്. അതിൽ പൈറനോസ് എന്ന് പറയുന്നത് 6 മെമ്പേർഡ് ആണ് അല്ലെ. ഗ്ലൂക്കോസിന്റെ 6 മെമ്പേർഡ് യൂണിറ്റ്സിനെയാണ് നമ്മൾ പൈറനോസ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഷുഗർ യൂണിറ്റ്, അതായത് ആ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ജോയിൻ ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്, സൈക്ലോഡെക്സ്ട്രിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. അപ്പൊ സൈക്ലോഡെക്സ്ട്രിൻസ് ആർ ഫോർമഡ് ബൈ ദ ആക്ഷൻ ഓഫ് സൈക്ലോഡെക്സ്ട്രിൻ ഗ്ലൂക്കോസിൽ ട്രാൻസ്ഫറേസ് എൻസൈം ഓൺ ദ മീഡിയം കണ്ടെയ്നിങ് സ്റ്റാർച്ച്. Then cyclodextrins are macrocyclic oligosaccharide containing at least 6 D plus glucopyranose units attached by alpha-1,4 bond. നമുക്കറിയാം ഷുഗറിലുള്ള നമ്മുടെ സ്റ്റാർച്ച് എല്ലാവരുള്ള ബോണ്ട് എന്താണ്, നമ്മുടെ ഷുഗറിലുള്ള ബോണ്ട് 1,4 alpha-1,4 ബോണ്ട് ആണ്. One of the important feature of cyclodextrin is their ability to form inclusion complexes with a variety of compounds by entrapping their molecule inside the cyclodextrin cavity which act as a host. ഇപ്പോ മറ്റ് കോമ്പൗണ്ട്സിന് അതേപോലെ തന്നെ ഇതിനും എന്തുണ്ട്, നമ്മുടെ കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. മോളിക്യൂൾസിനെ അതിലേക്ക് എൻട്രാപ്പ് ചെയ്യും, അതായത് അതിന്റെ ക്യാവിറ്റിയുടെ ഉള്ളിലേക്ക് എൻട്രാപ്പ് ചെയ്തിട്ട് ഒരു ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട്, സൈക്ലോഡെക്സ്ട്രിൻ ഉണ്ട്. Cyclodextrins are sugar molecule bound together in rings of various sizes. അതായത് വേരിയസ് സൈസസ് ഉള്ള റിങ്സ് ആണ് ഇത്. നമുക്ക് 1 2 ഇവിടെ വേരിയസ് സൈസസ്. Cyclodextrins are sugar molecule bound together in rings of various sizes. അതായത് ഡിഫറെന്റ് സൈസ് ഉള്ള സൈക്ലോഡെക്സ്ട്രിൻസ് ഫോം ചെയ്യും. അതായത് ഷുഗർ മോളിക്യൂൾസിന്റെ എണ്ണത്തിനനുസരിച്ചിട്ട് ഡിഫറെന്റ് സൈസ് ഉള്ള cyclodextrins ആണ് ഫോം ചെയ്യുക. The sugar units are called glucopyranosides, glucose molecules that exist in the pyranose, അഥവാ 6 membered ring configuration. ഗ്ലൂക്കോസിന്റെ പൈറനോസ് ഫോം ഉണ്ടല്ലോ, 6 membered ring, അത് ജോയിൻ ചെയ്തിട്ടാണ് നമ്മുടെ ഈ സൈക്ലോഡെക്സ്ട്രിൻസ് ഫോം ചെയ്യുന്നത്. 6, 7 or 8 glucopyranosides bind with each other to form alpha, beta and gamma cyclodextrin respectively. ഇപ്പോ 6 ഗ്ലൂക്കോപൈറനോസ് യൂണിറ്റ്സ് ആണ്, ഗ്ലൂക്കോസ് പൈറനോസ് യൂണിറ്റ്സ് 6 എണ്ണം, അതായത്
സിക്സ് നമ്പേഴ്സ് ആണെങ്കിൽ അതിനെ ആൽഫ ആൽഫ ഗ്ലൂക്കോ ആൽഫ സൈക്ലോഡെക്സ്ട്രിൻ എന്ന് പറയും. ദെൻ 7 ആണെങ്കിൽ അവിടെ 7 ഗ്ലൂക്കോ പൈറനോസൈഡ്സ് ഉണ്ടെങ്കിൽ, അതായത് 7 യൂണിറ്റ്സ് ഉണ്ട് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അതിനെ ബീറ്റ സൈക്ലോഡെക്സ്ട്രിൻ എന്ന് പറയും. ആൻഡ് 8 ഗ്ലൂക്കോ പൈറനോസൈഡ് യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ഗാമ സൈക്ലോഡെക്സ്ട്രിൻ എന്ന് പറയും. അപ്പൊ നോക്കൂ, ഇതിപ്പോ ഏതാണ്? ഇവിടെ തന്നെ 1 2 3 4 5 6 7 8 ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ പേരെന്താണ്? ഗാമയാണ്. 8 ആണെങ്കിൽ ഗാമ, 6 ആണെങ്കിൽ ആൽഫ, 7 ആണെങ്കിൽ ബീറ്റ, 8 ആണെങ്കിൽ ഗാമ. നോക്കൂ, ഇതാ ആൽഫ സൈക്ലോഡെക്സ്ട്രീം, ബീറ്റ സൈക്ലോഡെക്സ്ട്രീം, ഗാമ സൈക്ലോഡെക്സ്ട്രീം അല്ലേ? ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ എത്രയാണ്? 6 ആണ്, ഇവിടെ 7 ആണ്, ഇവിടെ 8 ആണ്. ഓക്കെ, ഇത് നോക്കൂ, ഇങ്ങനെ ഈ യൂണിറ്റ്സ് ജോയിൻ ചെയ്ത് നമുക്ക് എന്ത് ഷേപ്പാണ് കിട്ടുക? നമ്മൾ മറ്റേ കാലിക്സറിന്റെ ഷേപ്പ് എന്തായിരുന്നു? ഒരു കപ്പ് ഷേപ്പ്ഡ് ആണ് പറഞ്ഞത്. ഇവിടെ നമുക്കൊരു ഇൻവേർട്ടഡ് പോട്ട്, ഒരു പോട്ട് ഇൻവേർട്ട് ചെയ്ത് കമഴ്ത്തി വെച്ചുള്ള ഷേപ്പാണ് നമുക്ക് ഇവിടെ കിട്ടുക. Okay, the cyclodextrins are relatively easy to make. Starch is treated with a combination of common enzymes, notably cyclodextrin, glycosyl transferase and alpha amylase. ഈ എൻസൈമുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് സൈക്ലോഡെക്സ്ട്രിൻസ് ഫോം ചെയ്യുന്നത്. ഈ സ്റ്റാർച്ചും ഈ എൻസൈംസ് എല്ലാം ട്രീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സൈക്ലോഡെക്സ്ട്രിൻസ് കിട്ടുക. ദെൻ ഇത് ഭയങ്കര ലോ കോസ്റ്റ്, അതായത് ഇൻഎക്സ്പെൻസീവ് ആണ്. Then each enzyme combination produces a characteristic ratio of the 3 cyclodextrins. Then cyclodextrins has hydrophobic central cavity and hydrophilic outer surface. ഒരു എന്തുണ്ട്? ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള സെൻട്രൽ ക്യാവിറ്റി ഉണ്ട്, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഒരു ഔട്ടർ സർഫസും ഉണ്ട്. അതിന്റെ സെൻട്രൽ ക്യാവിറ്റി ഹൈഡ്രോഫോബിക് ആണ്, ദെൻ ഔട്ടർ സർഫസ് എന്താണ്? ഹൈഡ്രോഫിലിക് ആണ്. ഇതാ ഇൻവേർട്ടഡ് പോട്ട് ഷേപ്ഡ് സ്ട്രക്ചർ ആണ് നമ്മളിവിടെ കണ്ടു ഇല്ലേ? ഒരു പോട്ട് ഇങ്ങനെ ഇൻവേർട്ട് ചെയ്ത് വെച്ച, ഒരു കമഴ്ത്തി വെച്ച ഒരു ഷേപ്പാണ് എന്തിനുള്ളത്? സൈക്ലോഡെക്സ്ട്രിനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാലിക്സറിന് എന്ത് ഷേപ്പാണുള്ളത്? അതൊരു വേസ്റ്റ് ഷേപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് ഷേപ്പ്ഡ് ആണ് നമ്മൾ കാലിക്സറിനുള്ളത്. ഇവിടെ സൈക്ലോഡെക്സ്ട്രിന്റെ ഷേപ്പ് എന്താണ്? ഒരു ഇൻവേർട്ടഡ് പോട്ട് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. Okay. Important feature of cyclodextrin is their ability to form inclusion complexes with a variety of compounds by entrapping their molecules inside the cyclodextrin cavity, which act as a host. Okay. അതായത് ഈ സൈക്ലോഡെക്സ്ട്രിന്റെ പ്രത്യേകത എന്താണ്? ഫീച്ചർ എന്താണ്? അതിന് വെറൈറ്റി ഓഫ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ കഴിയും. അതായത് ഇൻക്ലൂഷൻ കോംപ്ലക്സസ് വിത്ത് എ വെറൈറ്റി ഓഫ് കോമ്പൗണ്ട് എൻട്രാപ്പിംഗ് ദയർ മോളിക്യൂൾ, അതിന്റെ ക്യാവിറ്റിയിലോട്ട് കോംപ്ലക്സസിനെ മോളിക്യൂൾസിനെ എൻട്രാപ്പ് ചെയ്തിട്ട് അതിന് നല്ലൊരു ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതാണ് സൈക്ലോഡെക്സ്ട്രിൻ പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സുപ്രാ മോളിക്കുലർ കെമിസ്ട്രി എന്ന് പറഞ്ഞ ആ ഒരു പാർട്ടിൽ നിന്ന് ഉള്ള ഏകദേശം എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ.